ഹലോ. അപ്പം ഞാനിന്നിവിടെ ആണെങ്കിൽ ഒരു ആരി വർക്കിൻ്റെ ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. ഇത് ഒരു കഫ്താൻ ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കസ്റ്റമർ പറഞ്ഞിരുന്നു ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വർക്ക് കൊടുക്കാൻ. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിൽവർ കട്ട് ബീഡും വൈറ്റ് പേൾസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന് ഇങ്ങനൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു, സിൽവറും വൈറ്റും കോമ്പിനേഷൻ കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു റെഫറൻസ് ആയിരുന്നു തന്നിരുന്നത്, അതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ലെയർ സിൽവർ കട്ട് ബീഡ് കൊണ്ടുള്ള വർക്കും ഔട്ടർ ലെയറായിട്ട് വൈറ്റ് പേൾസ് കൊണ്ടുള്ള വർക്കുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഓൺ വോയിസ് ചെയ്യുന്നതും വീഡിയോ ഒക്കെ എടുക്കുന്നതും. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നുകൊണ്ട് ഭയങ്കര സമയമൊക്കെ എടുത്താണ് ഇത് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. ഏത് തരത്തിലുള്ള കസ്റ്റമൈസേഷനും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മോം ഡോട്ടേഴ്സ് കോംബോ പോലെയാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ ഔട്ട്പുട്ട് കാണിക്കാം ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യണം. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കെല്ലാം ശരിയാക്കാൻ പോകും വഴിയെ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോസൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ട്യൂട്ടോറിയൽസൊക്കെ കണ്ടാൽ മതി. നന്നായിട്ട് ഡീറ്റെയിലായിട്ട് പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ തന്നെ യൂട്യൂബിലൊക്കെ കിട്ടും. ഞാനും അങ്ങനെ എങ്ങും പോയി പഠിച്ചിട്ടോ ഒന്നും ഉള്ളതല്ല. പിന്നെ ഈ വീഡിയോ എടുത്തതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട്. എനിക്ക് ഓൺ വോയിസ് നൽകുമ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഇതെങ്ങനെ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അതൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാം പഠിക്കണം ഇനി. ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ആരി വർക്ക് ഈ യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് പഠിച്ചത്. അല്ലാതെ എങ്ങും പോയി ക്ലാസ്സൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ ഒരുവിധം റെഡിയായി വരുന്നു. ഒരുവിധം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും പ്രാക്ടീസ് ചെയ്യുന്തോറും അല്ലേ എല്ലാം റെഡിയായി വരുന്നത്. എല്ലാം തികഞ്ഞതായിട്ട് ആരും ഇല്ലല്ലോ, എല്ലാവരും പഠിച്ചല്ലേ എടുക്കുന്നത്. അപ്പം നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബോഡി പാർട്ട് ഫുള്ളും ഇങ്ങനെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കാണെങ്കിൽ സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്കാലപ്പിൻ്റെ പാറ്റേൺ തന്നെ കൊടുത്തിരിക്കുന്നു. അത് ഇങ്ങനെ തന്നെ ആയിരുന്നു ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.